ഹൈക്കമാൻഡ് പ്രതിനിധികൾക്ക് മുൻപാകെ അഭിപ്രായം രേഖപ്പെടുത്തിയ ശേഷം വി എസ് ജോയി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അവന് മിന്നും വിജയമാണ് ജോയിക്കുണ്ടായത്, നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അകത്ത് കയറി അഭിപ്രായം രേഖപ്പെടുത്തി പുറത്തിറങ്ങി. ആ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ്? അല്ല, സാധാരണ ഉള്ള നടപടിക്രമമാണ്. നമ്മുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് കേരളത്തിലെ UDF-നെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം പാസ്സാക്കി. പിന്നെ നടപടിക്രമം അനുസരിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തീരുമാനത്തിന് വേണ്ടി ചുമതലപ്പെടുത്തും. അവർ MLA-മാരുടെ അഭിപ്രായം കേൾക്കും, റിപ്പോർട്ട് കൊടുക്കും, അതിനനുസരിച്ചുള്ള തീരുമാനം വരും. സ്വാഭാവികമായ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി MLA-മാരുടെ പിന്തുണ അനുസരിച്ചുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ പാർട്ടി നേതൃത്വം സമയബന്ധിതമായി തീരുമാനം. ചാനലിൽ നമുക്ക് ശരി. അപ്പോൾ ഇതാണ് പ്രതികരണം. വി എസ് ജോയിയും അകത്ത് ആളുകളെ അവിടെ കയറി അഭിപ്രായം രേഖപ്പെടുത്തി മടങ്ങുകയാണ്. വി എസ് ജോയിയുടെ പിന്തുണയും നമുക്ക് ജോയിക്ക് ഇത് പുറത്ത് പറയാൻ, മൈക്കിന് മുന്നിൽ പറയാൻ ചില പ്രയാസങ്ങളുണ്ടെങ്കിൽ കൂടി വി എസ് ജോയിയുടെ പിന്തുണയും KC ക്യാമ്പിൻ്റെ ഒരു ഉറച്ച പിന്തുണ എന്നുള്ള നിലയിൽ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ വന്ന് കണ്ടുപോയ ആളുകളിൽ, സംസാരിച്ചു പോയ ആളുകളിൽ ഭൂരിഭാഗത്തിൻ്റെയും ആളുകളുടെയും പിന്തുണ, പ്രത്യേകിച്ച് യുവ നേതാക്കളുടെ പിന്തുണ ഈ പറയുന്ന KC ക്യാമ്പിലുണ്ട്.